ഹെൽത്ത് റിസർച്ച് സ്കോളറിൻ്റെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇത്തവണ നമ്മൾ പറയുന്നത് സാമ്പിളിങ്ങിനെ കുറിച്ചാണ്. നേരത്തെ നമ്മൾ സൂചിപ്പിച്ചിട്ടുള്ളതുപോലെ ഒരു പഠനം നടത്താൻ പലപ്പോഴും ഒരു സാമ്പിൾ ഉപയോഗിക്കുന്നുണ്ട്. അതായത് നമ്മുടെ ഒരു വലിയ പോപ്പുലേഷനിൽ നിന്ന് ചെറിയ ഒരു സാമ്പിൾ എടുത്താണ് നമ്മൾ പഠിക്കുന്നത് അല്ലെങ്കിൽ ഗവേഷണം ചെയ്യുന്നത്. അതിൽ നിന്ന് കിട്ടുന്ന അറിവുകൾ അല്ലെങ്കിൽ ഉൾക്കാഴ്ചകൾ ആ പോപ്പുലേഷനെ മൊത്തമായിട്ട് നമുക്ക് സാമാന്യവൽക്കരിക്കാൻ സാധിക്കും എന്നുള്ളതാണ് നമ്മുടെ പ്രതീക്ഷ. അതിനുവേണ്ടിയാണ് നമ്മൾ ഗവേഷണം ചെയ്യുന്നത്. അപ്പോൾ ഈ സാമ്പിൾ എന്താണ് സാമ്പിളുകൾ അല്ലെങ്കിൽ സാമ്പിളുകളുടെ പ്രത്യേകതകൾ, അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ്, അതിനെക്കുറിച്ചാണ് നമ്മൾ പറയുന്നത്. സാധാരണ സാമ്പിളിനെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ രണ്ട് ഗുണങ്ങൾ അതിൽ നിന്ന് പ്രതീക്ഷിക്കുന്നു. രണ്ട് കാര്യങ്ങൾ പ്രത്യേകം എടുത്ത് പറയേണ്ടതാണ്. ഒന്ന് സൈസ് ഓഫ് ദ സാമ്പിൾ, അതായത് ഈ മൊത്തമുള്ള പോപ്പുലേഷൻ്റെ എത്ര ശതമാനമാണ് നമ്മൾ സാമ്പിളായിട്ട് എടുക്കുന്നത് എന്നുള്ളത് പ്രധാനമാണ്. അതൊന്ന്. രണ്ടാമത് അതിൻ്റെ റെപ്രസെൻറ്റേറ്റീവ്നെസ്, അതായത് ഈ വലിയ പോപ്പുലേഷനെ പ്രതിനിധീകരിക്കുന്ന സാമ്പിളായിരിക്കണം നമ്മൾ എടുക്കുന്നത്. എന്നാലേ നമ്മൾ സാമ്പിളിൽ നിന്ന് പഠിക്കുന്ന കാര്യങ്ങൾ പോപ്പുലേഷനിലേക്ക് സാമാന്യവൽക്കരിക്കാൻ സാധിക്കുകയുള്ളൂ. ഈ രണ്ട് കാര്യങ്ങൾ എപ്പോഴും നമ്മുടെ ശ്രദ്ധയിൽ വേണം. സാധാരണ ഇതിൽ ഉപയോഗിക്കുന്ന ചില വാക്കുകളുണ്ട്. ഒന്ന് സാമ്പിളിംഗ് ഫ്രെയിം. സാമ്പിളിംഗ് ഫ്രെയിം എന്ന് പറഞ്ഞാൽ ഏത് ലിസ്റ്റിൽ നിന്നാണോ നമ്മൾ സാമ്പിൾ എടുക്കുന്നത്, അതായത് ആ പോപ്പുലേഷൻ്റെ എല്ലാ യൂണിറ്റ്സിനെയും ലിസ്റ്റ് ചെയ്തിട്ടുള്ള ഒരു ലിസ്റ്റ് വേണം. ആ ലിസ്റ്റ് ഇപ്പോൾ ഒരു സർവേ നടത്താനാണെങ്കിൽ നമ്മൾ പലപ്പോഴും വോട്ടേഴ്സ് ലിസ്റ്റ് ഉപയോഗിക്കാറുണ്ട്. അതൊരു സാമ്പിളിംഗ് ഫ്രെയിമാണ്. അതിൽ നിന്നാണ് നമ്മൾ സാമ്പിളുകൾ എടുക്കുന്നത്. അല്ലെങ്കിൽ ഒരു പ്രത്യേക വാർഡിലോ പഞ്ചായത്തിലോ ഉള്ള സകല വീടുകളുടെയും നമ്പർ ഉപയോഗിച്ചാൽ അതിൽ നിന്ന് സാമ്പിളിംഗ് ഫ്രെയിം ഉണ്ടാക്കാൻ സാധിക്കും. അതിൽ നിന്ന് നമുക്ക് സാമ്പിൾ എടുക്കാൻ സാധിക്കും. പക്ഷേ അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ അതിൽ നിന്ന് വിട്ടുപോകാൻ സാധ്യതയുള്ളതിനെക്കുറിച്ച് നമുക്ക് അറിയണം. ഇപ്പോൾ ചില ആളുകൾ വീടുകളിൽ താമസിക്കാത്ത ചില നാടോടികളോ അങ്ങനെയുള്ള ആളുകളുണ്ടെങ്കിൽ ഈ ലിസ്റ്റിൽ നിന്ന് അവരെ നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല, അല്ലെങ്കിൽ അവരെ നമുക്ക് അവരിലേക്ക് എത്താൻ സാധിക്കുകയില്ല. അപ്പോൾ ഇങ്ങനെയുള്ള ചില ഉണ്ടെന്നുള്ളതും കൂടി നമ്മൾ അറിഞ്ഞിരിക്കണം. ഇതിനാണ് സാമ്പിളിംഗ് ഫ്രെയിം എന്ന് പറയുന്നത്. പിന്നെ പ്രൈമറി സാമ്പിളിംഗ് യൂണിറ്റ്, അതായത് ആദ്യത്തെ ലെവലിൽ നമ്മൾ സാമ്പിൾ ചെയ്യുന്നത് ചിലപ്പോൾ ഒരു ഹൗസ് ഹോൾഡ് ആയിരിക്കും, അല്ലെങ്കിൽ ഒരു കുടുംബമായിരിക്കും, അല്ലെങ്കിൽ ഒരു ഫാമിലി ആയിരിക്കും. അടുത്ത ലെവലിലായിരിക്കും ആ ഫാമിലിയിൽ നിന്നുള്ള ഇൻഡിവിജ്വൽസിനെ സാമ്പിൾ ചെയ്യുന്നത്. അപ്പോൾ ആദ്യം സാമ്പിൾ ചെയ്യുന്നതിനാണ് പ്രൈമറി സാമ്പിളിംഗ് യൂണിറ്റ് എന്ന് പറയുന്നത്. പലതരത്തിലുള്ള സാമ്പിളുകളുണ്ട്. നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ സാധാരണയായി നമ്മൾ ചെയ്യുന്ന ക്വാണ്ടിറ്റേറ്റീവ് സ്റ്റഡീസ്, അതായത് നമുക്ക് എണ്ണിത്തിട്ടപ്പെടുത്താവുന്ന കാര്യങ്ങളെക്കുറിച്ചുള്ള പഠനങ്ങളെയാണ് ക്വാണ്ടിറ്റേറ്റീവ് എന്ന് പറയുന്നത്. അതിനുവേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നത് പ്രോബബിലിസ്റ്റിക് സാമ്പിളിംഗ് ആണ്. അതായത് പ്രോബബിലിറ്റി തിയറി അനുസരിച്ചുള്ള ചില പ്രത്യേക രീതിയിലുള്ള സാമ്പിളിങ്ങിനെയാണ് അങ്ങനെ നമ്മൾ സൂചിപ്പിക്കുന്നത്. നേരെ മറിച്ച് ക്വാളിറ്റേറ്റീവ് സ്റ്റഡീസിൽ അങ്ങനെയല്ല. ഗുണാത്മകമായ പഠനങ്ങളിൽ നമുക്കങ്ങനെ പ്രത്യേകിച്ച് ഒരു പ്രോബബിലിറ്റി ഉദ്ദേശിച്ചല്ല നമ്മൾ സാമ്പിൾ ചെയ്യുന്നത്. ചില പ്രത്യേക ഗുണങ്ങൾ പഠിക്കാൻ വേണ്ടിയാണ് പർപ്പസീവായിട്ട് സാമ്പിൾ ചെയ്യുന്നത്. അപ്പോൾ നേരത്തെ ഉള്ളതിനെ നമ്മൾ റാൻഡം സാമ്പിൾ എന്ന് വിളിക്കുകയാണെങ്കിൽ ഇതിനെ നമ്മൾ പർപ്പസീവ് സാമ്പിൾ എന്ന് വിളിക്കും. ഈ റാൻഡം സാമ്പിൾ തന്നെ പലതരത്തിലുണ്ട്. ഏറ്റവും ലളിതമായിട്ട് മനസ്സിലാവുന്നത് സിമ്പിൾ റാൻഡം സാമ്പിളിംഗ്, അതായത് ഒരു പോപ്പുലേഷനിലുള്ള ഇപ്പോൾ ഒരു സ്കൂളിലുള്ള എല്ലാ കുട്ടികളെയും നിന്ന് അതിൻ്റെ ഒരു 10% കുട്ടികളുടെ സാമ്പിൾ എടുക്കണമെങ്കിൽ റാൻഡമായിട്ട് ഉള്ള ഒരു പ്രോസസ്സിൽ കൂടി അത് നമുക്ക് ചെയ്യാൻ സാധിക്കും. അത് വളരെ സിമ്പിൾ റാൻഡം സാമ്പിളിംഗ്. അതിലാകെപ്പാടെ നമുക്ക് ആവശ്യമുള്ളത് എല്ലാ കുട്ടികളും ആ ലിസ്റ്റിൽ ഉൾപ്പെട്ടിരിക്കണം എന്നുള്ളത് മാത്രമാണ്. അങ്ങനെ വരുമ്പോൾ ആ കുട്ടികളിൽ ഓരോരുത്തരും ആ സാമ്പിളിൽ ഉണ്ടായിരിക്കാനുള്ള സാധ്യത എല്ലാവരും ഒപ്പം ഒരേപോലെ ആയിരിക്കും. ഇപ്പോൾ ഈ കുട്ടി എ ആണോ കുട്ടി ബി ആണോ എല്ലാവർക്കും ഒരേ സാധ്യതയായിരിക്കും സാമ്പിളിൽ എത്താനുള്ള സാധ്യത. അതാണ് സിമ്പിൾ റാൻഡം സാമ്പിളിംഗ്. അതേസമയത്ത് വേറെ ചിലപ്പോൾ നമ്മൾ ചെയ്യുന്നത് ക്ലാസ്സുകളായിട്ട് തിരിച്ച് ഓരോ ക്ലാസ്സിൽ നിന്നും 10 പേരെ എടുക്കും. അപ്പോൾ അതിനെ നമുക്ക് സ്ട്രാറ്റിഫൈഡ് സാമ്പിളിംഗ് എന്ന് വിളിക്കാം. സ്ട്രാറ്റിഫൈഡ് സാമ്പിളിംഗ് എന്ന് പറയുമ്പോൾ ക്ലാസ്സുകളായിട്ട് തിരിച്ചിട്ട് ആ ഓരോ സ്ട്രാറ്റം ഓരോ എന്തെങ്കിലും പ്രത്യേകിച്ചുള്ള ചില ഗുണങ്ങൾ അധികരിച്ചുകൊണ്ട് നമ്മൾ ഈ ഗ്രൂപ്പിനെ പലതായി തിരിച്ച് ഓരോ ഗ്രൂപ്പിൽ നിന്നും അതിൻ്റെ റെപ്രസെൻറ്റേറ്റീവ്നെസ്, അതിൻ്റെ ആധികാരികത ഉറപ്പുവരുത്താൻ വേണ്ടി
നമ്മൾ ഓരോരുത്തരിൽ നിന്നും പ്രത്യേകം സാമ്പിൾ ചെയ്യും. അതിനാണ് സ്ട്രാറ്റിഫൈഡ് സാമ്പിളിംഗ് എന്ന് പറയുന്നത്. ചിലപ്പോൾ ആണ് പെണ്ണ് എന്ന് തിരിച്ച് ചെയ്യാം, അല്ലെങ്കിൽ അങ്ങനെ പലതരത്തിലുള്ള പല മാനദണ്ഡങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് സ്ട്രാറ്റിഫൈ ചെയ്യാൻ സാധിക്കും. ആ സ്ട്രാറ്റിഫൈ ചെയ്തതിന് ശേഷം നമുക്ക് സാമ്പിൾ ചെയ്യുന്നതിനെയാണ് സ്ട്രാറ്റിഫൈഡ് റാൻഡം സാമ്പിളിംഗ് എന്ന് പറയുന്നത്. രണ്ടാമത്തെ പ്രോസസ്സ് രണ്ടാമത് എടുക്കുന്നത് റാൻഡമായിട്ട് ആയിരിക്കണം എന്നുള്ളതാണ്. പിന്നെ മൂന്നാമതൊരു ഒരു 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 സമീപനമുള്ളത് ക്ലസ്റ്റർ സാമ്പിളിംഗ് എന്ന് പറയും. ഇപ്പോൾ വലിയൊരു പോപ്പുലേഷനിൽ നമുക്ക് ഒരു സിറ്റി മുഴുവൻ അല്ലെങ്കിൽ സ്റ്റേറ്റ് മുഴുവൻ എന്ന് പറയുമ്പോൾ അതിലെല്ലാവരെയും നമുക്ക് ലിസ്റ്റ് ചെയ്യാനും റാൻഡമായിട്ട് എടുക്കാനും പ്രയാസമായിരിക്കും. അതുകൊണ്ട് നമ്മളൊരു 10 ക്ലസ്റ്റർ 10 കൂട്ടങ്ങൾ എന്തെങ്കിലും തരത്തിലുള്ള ഡിഫൈൻ ചെയ്തിരിക്കുന്ന നിർവചിച്ചിരിക്കുന്ന കൂട്ടങ്ങൾ, അതായത് ഒരു കുടുംബങ്ങളുടെ കൂട്ടം അല്ലെങ്കിൽ വ്യക്തികളുടെ കൂട്ടം അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും തരത്തിലുള്ള കൂട്ടങ്ങളെ അത് ഓരോ കൂട്ടത്തിൽ എത്ര പേര് വേണം എന്നുള്ളത് നമ്മൾ തീരുമാനിക്കും. അതിനാണ് ക്ലസ്റ്റർ സാമ്പിളിംഗ് എന്ന് പറയുന്നത്. ഇതിനൊക്കെയുള്ള പ്രത്യേകത, റാൻഡം സാമ്പിളിൽ എല്ലാ ആളുകൾക്കും എല്ലാ വ്യക്തികൾക്കും ഒരേ സാധ്യതയാണെങ്കിൽ സ്ട്രാറ്റിഫൈഡ് സാമ്പിളിങ്ങിലും ക്ലസ്റ്റർ സാമ്പിളിങ്ങിലും സാധ്യത വ്യത്യസ്തപ്പെട്ടിരിക്കും. പക്ഷേ അത് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്ത് എടുക്കാവുന്നതായിരിക്കും. ക്ലസ്റ്റർ സാമ്പിളിംഗ് നമ്മൾ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു. അട്രിബ്യൂട്ട്സ് ഓഫ് സാമ്പിൾസ്, ആദ്യമായിട്ട് നമുക്ക് ഈ ക്വാണ്ടിറ്റേറ്റീവ് സാമ്പിളിംഗ്, നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെയുള്ള ക്വാണ്ടിറ്റേറ്റീവ് സാമ്പിളിങ്ങിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് അതിൽ ഓരോരുത്തരും ഈ സാമ്പിളിൽ എത്തിപ്പെടാനുള്ള സാധ്യത നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ്, പ്രോബബിലിറ്റി. അതുകൊണ്ട് തന്നെ നമുക്ക് സ്റ്റാറ്റിസ്റ്റിക്കൽ ടെസ്റ്റുകളെല്ലാം അതിൽ ചെയ്യാൻ പറ്റും. നേരെ മറിച്ച് ക്വാളിറ്റേറ്റീവായിട്ടുള്ള സാമ്പിളിംഗ് ആണെങ്കിൽ നമുക്ക് സ്റ്റാറ്റിസ്റ്റിക്സ് ചെയ്യാൻ സാധിക്കുകയില്ല. അതിന് വേറെ തരത്തിലുള്ള അനാലിസിസ് ആണ് അതിന് വേണ്ടത്. അത് പർപ്പസീവായിട്ടൊരു പ്രത്യേക ഗുണം പുറത്തു കൊണ്ടുവരാൻ വേണ്ടി നമ്മൾ ചെയ്യുന്ന സാമ്പിളാണ്. ഇങ്ങനെ രണ്ട് തരത്തിലുള്ള പ്രധാനപ്പെട്ട സാമ്പിളിംഗ് സ്കീമുകളാണ് നമ്മൾ സാധാരണ മെഡിക്കൽ ഗവേഷണ രംഗത്ത് ഉപയോഗിക്കുന്നത്. മറ്റ് കാര്യങ്ങളെക്കുറിച്ച് അടുത്ത വീഡിയോയിൽ പ്രതിപാദിക്കാം.